ഹായ് വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ കുഞ്ഞൊരു വീക്കെൻഡ് വ്ലോഗാണ്. വീക്കെൻഡിലെ കുറച്ച് വിശേഷങ്ങളും ഒരു തട്ടിക്കൂട്ട് റെസിപ്പിയും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇത് ഓഗസ്റ്റ് ലാസ്റ്റ് വീക്കിൽ എടുത്തിട്ടുള്ള ഒരു ക്ലിപ്പാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കൂടെ ഒരു മെമ്മറിക്ക് വേണ്ടി ഇൻക്ലൂഡ് ചെയ്തതാണ്. ചെറിയ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ലാസ്റ്റ് സ്കൂൾ തുറന്ന് ലാസ്റ്റ് ഒരു വീക്കെൻഡിലായിരുന്നു ആളുടെ ബർത്ത്ഡേ. അപ്പോൾ ആൾ ബർത്ത്ഡേക്കൊക്കെ ഡ്രസ്സപ്പൊക്കെ ചെയ്ത് സ്കൂളിൽ പോയി തിരിച്ചു വരുമ്പോൾ നമുക്ക് സ്കൂളിൽ നിന്ന് ഇതുപോലെ ഒരു ക്രൗണൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അത് മാത്രമേ ഉള്ളൂ അവർക്ക് ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ. വേറെ ചോക്ലേറ്റ്സും അങ്ങനെയൊന്നുമില്ല. ഇത് നമ്മൾ ഒരു വീക്കെൻഡിൽ ഈവനിങ് ഞാൻ അന്നൊരു ലാമ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല IKEAന്ന്. അതിൻ്റെ ഒരെണ്ണത്തിൻ്റെ ലെഗിന് ഒരു ചെറിയ സ്ക്രൂ ടൈറ്റ് ആവുന്നില്ല. അപ്പോൾ അതൊന്ന് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി കൊണ്ടുകൊടുത്തു. നോർമലി ഞാൻ ഇതിന് മുൻപേ എക്സ്ചേഞ്ച് ചെയ്തത് അവർ വീട്ടിൽ വന്നിട്ട് കളക്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് നമ്മൾ വിചാരിച്ചു അവിടെ നിന്ന് തന്നെ വേറെ പീസ് അപ്പം തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. പക്ഷേ അവരുടെ കയ്യിൽ സാധനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരൊന്നും നെക്സ്റ്റ് ഡേ വീട്ടിലോട്ട് ഡെലിവറി ചെയ്യാമെന്ന്. IKEAൻ്റെ സാധനങ്ങൾ വാങ്ങിച്ചാലും നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യൽ ഭയങ്കര ഈസിയാണ്. ഭയങ്കര കസ്റ്റമർ ഫ്രണ്ട്ലിയാണ് അവർ. അപ്പം നമ്മളതെല്ലാം ചേഞ്ച് ചെയ്തു. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതെല്ലാം വാങ്ങിച്ചു തിരിച്ച് വീട്ടിലോട്ട് പോന്നു. ഇത് നെക്സ്റ്റ് ഡേ ആണ്. നെക്സ്റ്റ് ഡേ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിയതൊക്കെ എടുത്ത് വയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്ത് വെച്ചു. അതെടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് IKEAയുടെ ഡെലിവറി വന്നത്. ഒരു 11 o'clock ഒക്കെ ആകുമ്പോഴത്തേക്ക് ഡെലിവറി വന്നു. അപ്പോൾ അതെല്ലാം കളക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഒരു തട്ടിക്കൂട്ട് ലഞ്ച് ഉണ്ടാക്കണം. ഒരു പുലാവാണ്. പുലാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒതൻറ്റിക് പുലാവിൻ്റെ റെസിപ്പി ഇങ്ങനെയല്ല. ഇതൊരു തട്ടിക്കൂട്ട് പുലാവാണ്. എൻ്റെ കയ്യിൽ കുറച്ച് ചിക്കൻ പീസസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ പീസസ് എല്ലാം വെച്ചിട്ട് എളുപ്പത്തിലൊരു ലഞ്ച് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനൊരു പാന് ഗ്യാസിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലോട്ട് ഒരു 1.5 സവാള, ഒരു വലിയ സവാളയും പിന്നെ ഒരു ചെറിയ സവാളയുടെ പകുതിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു നെയ്യ്ക്ക് പകരം വേണമെങ്കിൽ ഓയിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ നെയ്യ് കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള വഴന്ന് വരാൻ ആവശ്യത്തിനുള്ള നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതൊരു ചെറിയൊരു ബ്രൗൺ കളറായിട്ട് വരണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓണിയൻ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പം ഞാൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു സമയം പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വഴറ്റിയാണ് എടുത്തത്. ഒരു ബ്രൗൺ കളറായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ച് ഒരു പേസ്റ്റ് പോലെ ആക്കിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഞാനിതിലോട്ട് ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൂട്ടത്തിലൊരു 3 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കുക. ഈ സമയത്താണ് ഞാനിതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കുക. ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു ഗരം മസാല നമ്മൾ ഹൈദരാബാദി ബിരിയാണി നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന ആ ഒരു ഗരം മസാലയാണ്. അതിനുശേഷം ഞാനതിലോട്ട് ഒരു കൈപ്പിടി മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഞാനതിലോട്ട് ഒരു 4-5 ചിക്കൻ പീസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ഇതിലധികം മീറ്റൊന്നുമില്ല. അങ്ങനത്തെ ചിക്കൻ പീസാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതല്ല നിങ്ങളുടെ അടുത്ത് നല്ല ചിക്കൻ പീസാണെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചിക്കൻ പീസും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക. ഇത് അധികം കട്ടിയുള്ള മീറ്റൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ കുക്കായിട്ട് കിട്ടും. ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ മുളക് പൊടി ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. അതുകൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഞാനിതിലോട്ട് അരി ഇവിടെ 2 കപ്പാണ് എടുക്കുന്നത്. അപ്പം ഞാനൊരു 4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഉപ്പൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുക.
എന്നിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കത് അടച്ചു വെച്ചിട്ട് ഞാനൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തിട്ടെടുത്തിട്ടുള്ളത്. സ്ലോ കുക്കിംഗ് ആണ്, എന്നാലും എളുപ്പം തന്നെ നമുക്ക് കുക്കായി കിട്ടും. ഇപ്പോൾ അതാ ഇവിടെ നമ്മുടെ റൈസൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇത്തിരി വെള്ളമൊക്കെ ഉള്ളതുപോലെ തോന്നും, കുഴപ്പമില്ല. നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്യാം, എന്നിട്ട് അടച്ചു വെച്ചാൽ മതി. ഉപ്പ് കുറച്ച് കുറവായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക, എന്നിട്ടൊന്ന് അടച്ചു വയ്ക്കുക. അപ്പം കുറച്ച് സമയം നമ്മൾ കഴിക്കാനൊക്കെ ആവുന്ന സമയമാകുമ്പോഴത്തേക്ക് വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടും. നമ്മുടെ ലഞ്ച് കഴിഞ്ഞു. ഇനി ഞാനിതാ ഇന്നലെ വാങ്ങിച്ച കുറച്ച് ടീ കപ്സൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത്. ടീ കപ്സും കോഫി മഗ്സും ഒക്കെ ഞാൻ ഇനി വാങ്ങിക്കില്ല എന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ നമ്മുടെ കയ്യിലില്ലാത്ത ഡിസൈൻസൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അറിയാതെ വാങ്ങിപ്പോകുന്നതാണ്. അപ്പം ഈ ഒരു റെഡും ബ്ലൂവും ഒക്കെ ലാസ്റ്റ് പീസായിരുന്നു. ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്ക് എല്ലാവരും എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേറെ പീസസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ ആ കിട്ടിയത് 3 ഇങ്ങ് എടുത്തു, 2 റെഡും 1 ബ്ലൂവും. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് വലിയൊരു പണിയുണ്ട്, ഫ്രിഡ്ജ് ക്ലീനിങ്. ഞാൻ ഏകദേശം പകുതി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുത്ത് വെച്ച കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം തിരിച്ചൊന്ന് എടുത്തിട്ട് അറേഞ്ച് ചെയ്തിട്ട് വെക്കണം. ഈ ഒരു വലിയ പണിയും കൂടി ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇന്ന് ലഞ്ച് ഒരു തട്ടിക്കൂട്ട് ലഞ്ചാക്കിയത്. ഒരു പ്രോപ്പർ ലഞ്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ചെയ്യാനുള്ള ഒരു എനർജി ഉണ്ടാവില്ല. അപ്പം എന്താ പറയുക, ലഞ്ചൊന്ന് കുഞ്ഞി ലഞ്ചാക്കി. ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരുന്ന സാധനങ്ങളെല്ലാം തിരിച്ച് എല്ലാം കഴുകി തുടച്ച് വെച്ചതിന് ശേഷം എല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് വെക്കുകയാണ്. സോഡ പിന്നെ ഞാൻ എപ്പോഴും വാങ്ങിച്ച് വയ്ക്കും. എനിക്ക് ഈ ഡ്രിങ്ക്സ് ഉണ്ടാക്കി കുടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ നന്നാറി, പിന്നെ പാഷൻ ഫ്രൂട്ട്, അതുപോലെ മോഹിത്തോസൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കും. അപ്പം എപ്പോഴും വാങ്ങിച്ച് വയ്ക്കും. ഈ ഒരു കെച്ചപ്പൊന്നും ഇപ്പോൾ കുറേ ആയി യൂസ് ചെയ്തിട്ട്. മറ്റ് നോമ്പിൻ്റെ സമയത്ത്, റമദാൻ സമയത്താണെങ്കിൽ കെച്ചപ്പിനൊക്കെ നല്ല ചിലവാണ്, അതല്ലെങ്കിൽ അധികം ഉണ്ടാവാറില്ല. അപ്പോൾ ഇതാ നമ്മൾ ഫ്രിഡ്ജിൽ ബാക്കി സാധനങ്ങളൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് വെക്കുകയാണ്. ഇതൊക്കെ കേക്കിൻ്റെ കളേഴ്സാണ് കേട്ടോ. അത് ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കാറ്. ചിലപ്പോൾ ഇതിങ്ങനെ നമ്മളെടുത്തിട്ട് ഭയങ്കര ഹറിബറിയിൽ എടുക്കുന്ന സമയത്ത് കളറൊക്കെ ചെറുതായിട്ട് ഫ്രിഡ്ജിലൊക്കെ ഇങ്ങനെ ആകും. ഇതിൻ്റെ കളറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്റ്റെയിനാണ്, നന്നായിട്ട് കഴുകിയാൽ അത് പോവുള്ളൂ. പിന്നെ കുറച്ച് സ്പ്രിങ്കിൾസൊക്കെ ഉണ്ടായിരുന്നു, അതുകൂടെ ഞാൻ എല്ലാം കൂടെ ഈ ഒരു ഭാഗത്താണ് അറേഞ്ച് ചെയ്തിട്ട് വെക്കുന്നത്. ഞാൻ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലെ എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്തെടുത്ത് കഴുകി ബാൽക്കണിയിൽ വെച്ചിട്ടെല്ലാം ഡ്രൈ ഔട്ട് ചെയ്തിട്ടെടുത്തതാണ്. അതാണ് ഇങ്ങനെ ഓരോ സൈഡ് ഓരോ ഭാഗത്തുള്ള കാര്യങ്ങൾ ഉണങ്ങി കിട്ടുമ്പോൾ ഞാൻ ആ ഭാഗം അറേഞ്ച് ചെയ്തിട്ട് വയ്ക്കും. അങ്ങനെയാണ് വെച്ചത്. ഞാനിവിടെ ശർക്കര, ബൂസ്റ്റ് ഇതൊക്കെ ഞാൻ ഫ്രിഡ്ജിലാണ് വയ്ക്കാറ്. ഞാൻ എപ്പം ശർക്കര പിന്നെ പുറത്ത് വയ്ക്കുമ്പോൾ ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എന്താണെന്ന് അറിയില്ല, ഞാൻ വീണ്ടും അത് ഫ്രിഡ്ജിൽ തന്നെയാണ് വയ്ക്കാറ്. അതുപോലെ തന്നെ ബൂസ്റ്റ് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അത് എളുപ്പം കട്ട പിടിക്കും. പിന്നീടാണ് ഞാനതൊന്ന് ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് നോക്കിയത്, അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇപ്പം സ്ഥിരമായിട്ട് ഫ്രിഡ്ജിൽ തന്നെയാണ് വയ്ക്കാറ്. അപ്പോൾ ഇതാ അതൊക്കെ ഒന്ന് കുറച്ച് ഇതുള്ളത് സ്പൈസ് പൗഡറാണ് കേട്ടോ. ഞാൻ മന്തിക്കൊക്കെ ഉപയോഗിക്കുന്ന സ്പൈസ് പൗഡറാണ്. പിന്നെ ബാക്കിയുള്ള കുറച്ച് കേക്ക് ഉണ്ടാക്കുമ്പോൾ ബാക്കി ലെഫ്റ്റ് വന്നിട്ടുള്ള കുറച്ച് കാരമൽ സോസ് ഞാൻ റാപ്പ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും തട്ടിക്കൂട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കണം. പിന്നെ ബട്ടർ ട്രേ വെച്ചു. പിന്നെ കുറച്ച് പച്ചക്കറി എൻ്റെ കയ്യിൽ ലെഫ്റ്റ് ഉണ്ടായിരുന്നു, അതോടെ കഴുകി. ഞാൻ പച്ചക്കറിയെല്ലാം നോർമലി വാഷ് ചെയ്തിട്ടാണ് ഫ്രിഡ്ജിൽ വയ്ക്കാറ്. പിന്നെ ഉപയോഗിക്കാനെടുക്കുമ്പോൾ ഒന്നുകൂടെ ജസ്റ്റ് വാഷ് ചെയ്ത് വയ്ക്കും. അതുപോലെ ഞാൻ ചില്ലി ചിക്കൻ മസാല, പിന്നെ ചാട്ട് മസാല, രസം പൗഡർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇതുപോലെ ഈ ഒരു ബോക്സിലാക്കിയിട്ട് അതും ഫ്രിഡ്ജിലാണ് കേട്ടോ വയ്ക്കാറ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി കാര്യമായിട്ട് സാധനങ്ങളൊന്നുമില്ല. ഇനി കുറച്ച് ഗ്രോസറി ഷോപ്പ് ചെയ്തിട്ട് വരുമ്പോഴുള്ള കുറച്ച് പച്ചക്കറികളും ഫ്രൂട്ട്സും അത്രേ ഉണ്ടാവുള്ളൂ. അതല്ലാതെ ഞാൻ കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വയ്ക്കാറില്ല.
പിന്നെ എഗ്ഗ് വാങ്ങിക്കാനുണ്ട്. എഗ്ഗ് ഞാൻ വീക്കെൻഡിൽ ഫിഷ് വാങ്ങിക്കുമ്പം മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിക്കാറ്, അപ്പോൾ അവിടെ പോയിട്ട് വാങ്ങിക്കണം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.